ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിലെ ചില ടെർമിനോളജിയും അതിന് ചില എക്സാമ്പിൾസും അതിൻ്റെ സവിശേഷതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക്, അതുപോലെ തന്നെ ഐസോകോറിക് പ്രോസസ്സ് ഇതെന്താണെന്ന് ആദ്യമായിട്ട് നമ്മൾ ചില ഡെമോൺസ്ട്രേഷനാണ് നോക്കുന്നത്. ആദ്യമായി ഒരു ഗ്ലാസ് ടംബ്ലറിലെ വെള്ളം അത് തുറന്നിരിക്കുന്നു, ഓപ്പൺ സിസ്റ്റം. ഇനി അതിലേക്ക് കുറച്ച് ബോയിൽഡ് വാട്ടർ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആവി പറക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് ഓപ്പൺ ആയതുകൊണ്ട് അതിൽ നിന്ന് വാട്ടർ വേപ്പർ സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാണ്. സോ ഒരു ഓപ്പൺ വെസലിൽ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ വെസലിനെ ടച്ച് ചെയ്താൽ നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നു. അതോടെ എനർജി എക്സ്ചേഞ്ചും അവിടെ നടക്കുകയാണ്. ക്ലോസ്ഡ് വെസലാണെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് മാത്രം നടക്കും. നമുക്ക് ചൂട് അറിയാം, തണുപ്പറിയാം, പക്ഷേ മാറ്റർ എസ്കേപ്പ് ചെയ്യുന്നില്ല. മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല, എനർജി എക്സ്ചേഞ്ച് മാത്രമാണ് ക്ലോസ്ഡ് വെസൽ. ഇനി ക്ലോസ്ഡ് ബോട്ടിൽ നോക്കാം. ഇത് സാധാരണ വെള്ളം, അതിനെ കൂൾ ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെ ടച്ച് ചെയ്യുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നു. സോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ഫ്രം അവർ ബോഡി ടു ദ ബോട്ടിൽ. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം വെയർ എനർജി എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. ഇവിടെ ഒരു ഫ്ലാസ്കിൽ, തെർമോ ഫ്ലാസ്ക്, സ്റ്റീൽ ഫ്ലാസ്ക് ആകുമ്പം അത്രമാത്രം ഇൻസുലേഷൻ ഇല്ല എങ്കിൽ പോലും ഇവിടെ അത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെയാണ് കിട്ടുക. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യില്ല, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് ഫ്ലാസ്കിൽ ഹോട്ടായിട്ടും കോൾഡായിട്ടും ഇരിക്കുന്നത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, അതുപോലെ ഐസൊലേറ്റഡ് സിസ്റ്റം, ഇതിൻ്റെ ഡെമോ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്സാണ്. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, അതുപോലെ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുകൂടാതെ ചില എക്സാമ്പിൾസ്, ഇത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ലിക്വിഡ് വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇതൊരു ഓപ്പൺ വെസലായതുകൊണ്ട് ഈ വാട്ടർ വേപ്പറിന് സറൗണ്ടിങ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോ ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഈസ് മൂവിങ് ടു ദ സറൗണ്ടിങ്സ്. സോ ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. അതുപോലെ തന്നെ ഇതൊരു ഹോട്ട് വാട്ടറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂട് അനുഭവപ്പെടുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ടു അവർ ബോഡി. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് കൂടുതൽ വാട്ടർ മോളിക്യൂൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. സോ ഇവിടെ എനർജി എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് എനർജി ഇൻടേക്കും എനർജി റിലീസും സാധ്യമാണ്. അതുപോലെ ഓപ്പൺ വെസലായതുകൊണ്ട് മാറ്ററിനും എക്സ്ചേഞ്ച് ചെയ്യാം. സോ എനർജി ആൻഡ് മാറ്റർ ഒരുപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നു വിത്ത് ദ സറൗണ്ടിങ്സ്. ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ആസ് വെൽ ആസ് എനർജി ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെ എക്സാമിൻ ചെയ്യാം. ദിസ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഹിയർ ഓൾസോ വാട്ടർ ഈസ് ചേഞ്ചിങ് ടു ഇറ്റ്സ് വേപ്പർ, ബട്ട് ദ വേപ്പർ ഈസ് നോട്ട് എസ്കേപ്പിംഗ് ടു ദ സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് closed. Therefore, the water vapor is retained above the liquid water. So there is no exchange of matter with the surroundings. But at the same time, ഈ ഹോട്ട് വെസലിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഹീറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനർജി അബ്സോർപ്ഷൻ ആസ് വെൽ ആസ് എനർജി release is possible. So exchange of energy happens, but exchange of matter is prohibited. So in a closed system there's only energy exchange, no matter exchange. Okay, then the third system is
ഐസൊലേറ്റഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാറ്റർ എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഇവിടെ മാറ്ററും എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് വെൽ ഇൻസുലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്സ്. സോ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി, no exchange of matter. So neither energy nor matter is exchanged in an isolated system. ഇനി നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് നോക്കേണ്ടത്. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആകാം, അതായത് അവിടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നില്ല. ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും ഇറ്റ് ഈസ് H2O ഇറ്റ്സെൽഫ്. ഇവിടെയും അതുപോലെയാണ്. അതുകൂടാതെ ചില കെമിക്കൽ റിയാക്ഷൻസും ഇതുപോലെ ക്ലോസ്ഡ് വെസലിലും ഐസൊലേറ്റഡ് വെസലിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഈ ക്ലോസ്ഡ് വെസലിൽ എനർജി എക്സ്ചേഞ്ച് പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുപോലെ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇവിടെ രണ്ട് തരം പ്രോസസ്സാണുള്ളത് നമുക്ക്. ഒന്ന് എക്സോതെർമിക് പ്രോസസ്സ്, മറ്റൊന്ന് എൻഡോതെർമിക് പ്രോസസ്സ്. എക്സോതെർമിക് മീൻസ് ഹീറ്റ് ലിബറേറ്റിംഗ്. അപ്പോൾ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സിൽ ഹീറ്റ് റിലീസ് ചെയ്യുവാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുപോലെ സിസ്റ്റത്തിൽ ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുക? ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് വിത്ത് ദ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ ആ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യും എക്സോതെർമിക്കിൽ. അതേസമയം എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ റിയാക്ഷൻ നടക്കാനായിട്ട് ഹീറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് സിസ്റ്റം ഹീറ്റ് സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് ദ സറൗണ്ടിങ് ഈസ് പോസിബിൾ. ദെൻ ദ റിസൾട്ട് എന്താണ്? സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. സോ ഇഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ദ സിസ്റ്റം, the temperature of the system remains a constant. Such a process is called isothermal process. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആകാം, അതുപോലെ തന്നെ ഐസോതെർമൽ കെമിക്കൽ പ്രോസസ്സ് ആകാം. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ T കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് സാധ്യമാകുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ്. മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ഹീറ്റ് എനർജിയുടെ ഒരു ഇഫക്റ്റാണ് ടെമ്പറേച്ചർ, അതായത് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ വഴി ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഡിസിപ്പേറ്റഡ് ടു ദ സറൗണ്ടിങ്സ്. സിമിലർലി ഇഫ് an endothermic process is taking place inside the system, the required amount of heat is absorbed from the surroundings and the temperature of the system remains a constant. So that is possible. So that is possible only in a closed system where there is energy exchange is possible between the system and the surroundings. ഇനി നമ്മൾ എടുക്കുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ മാസ് എക്സ്ചേഞ്ച് ഇല്ല, മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല, എനർജി എക്സ്ചേഞ്ച് ഇല്ല. ഇത് ടോട്ടലി ഇൻസുലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എൻഡോതെർമിക് പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബിങ്, അപ്പം ഇതിനകത്തുള്ള മോളിക്യൂൾസിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. സോ എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ, ഹീറ്റ് അബ്സോർബിങ് പ്രോസസ്സ് ആണെങ്കിൽ ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഫോൾസ്, ദർ ഈസ് കൂളിംഗ്. അതേസമയം എക്സോതെർമിക് പ്രോസസ്സാണ്, അതായത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അത് സിസ്റ്റത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ് ഓർ ദർ ഇസ് എ ഹീറ്റിംഗ് ഇഫക്റ്റ്. ഇതാണ് ഇങ്ങനെയുള്ള പ്രോസസ്സ്. ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് നമ്മൾ പറയുക. അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ മാറ്റർ എക്സ്ചേഞ്ച് ഓൾറെഡി ഇല്ല. അതുപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചും ഇല്ല എങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഐദർ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്.
ഇതിൻ്റെ ഒരു ഇഫക്റ്റാണ് നമ്മൾ ജൂൾ തോംസൺ ഇഫക്റ്റായിട്ട് മനസ്സിലാക്കിയത്. അതായത് അവിടെ ഹൈ പ്രഷർ റീജിയണിൽ കംപ്രസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് മോളിക്യൂൾസ് ഒരു ലോ പ്രഷർ റീജിയണിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ മോളിക്കുലർ അട്രാക്ഷനെ ഓവർകം ചെയ്ത് മോളിക്യൂൾസ് കുറച്ചുകൂടെ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യുകയും അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും അവിടെ ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചിന് സാധ്യത ഇല്ലാത്തതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഫോൾ ചെയ്യുകയാണ്. അതാണ് കൂളിംഗ് ഇഫക്റ്റ് ജൂൾ തോംസൺ. അന്ന് നമ്മൾ പറഞ്ഞതാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്താണ്. അഡയബാറ്റിക് പ്രോസസ്സ് നടക്കാൻ സാധ്യതയുള്ളത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. That system is insulated from the surroundings. Therefore, already there is no exchange of matter. Now, because of insulation, there is no heat exchange. So, whatever is happening in the system, that is reflected inside the system. If there is exothermic reaction, heat of the system increases. If there is an endothermic reaction or process, there is fall of temperature in the system. So, what is Joule-Thomson effect? ബട്ട് ജൂൾ തോംസൺ ഇഫക്റ്റിന് ഇതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഒരു അഡയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിലും ഈ സിസ്റ്റം ഇവിടെ അതിൻ്റെ ഇരിക്കുന്ന പൊസിഷൻ, അതായത് ആദ്യം ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അത് എസ്കേപ്പ് ചെയ്ത് ഇവിടെ ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്തിട്ട് ഒരു ലോ പ്രഷർ റീജിയണിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ ഷിഫ്റ്റിങ്ങിൽ അപ്പോൾ പോലും സറൗണ്ടിങ്സിൽ നിന്നുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ സിസ്റ്റത്തിന് ആ ന്യൂ സിറ്റുവേഷനിൽ ആ ന്യൂ സ്പേസിൽ അതിന് കൂളിംഗ് അനുഭവപ്പെടുന്നു. ഇനി ഇത് കൂടാതെ നമുക്ക് പറയാനുള്ള രണ്ട് പ്രോസസ്സാണ്. അത് ഐസോബാറിക് പ്രോസസ്സ് ആൻഡ് ഐസോകോറിക് പ്രോസസ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ചില കെമിക്കൽ പ്രോസസ്സുകളാണ്. അതിന് രണ്ട് എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് ഓക്സിജൻ ഗ്യാസ് ഗിവിങ് വാട്ടർ ലിക്വിഡ്, H2O ലിക്വിഡ്. അതുപോലെ തന്നെ ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഗേഷ്യസ് ഫോമിൽ ഡീകമ്പോസസ് ടു നൈട്രജൻ ഡയോക്സൈഡ്. ഈ റിയാക്ഷൻ്റെ പ്രത്യേകതകളും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമുക്കറിയാം H2O2 ഗിവിങ് 2H2O. ബാലൻസ്ഡ് ഇക്വേഷനിൽ നമുക്ക് കാണാം 2 ഹൈഡ്രജൻ 2H2 പ്ലസ് O2 ഗിവിങ് 2H2O. അതായത് 2 molecules of hydrogen combining with 1 molecule of oxygen to form 2 molecules of water. 2 moles of hydrogen combining with 1 mole of oxygen to form 2 moles of water. So, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ total number of molecules of the reactants is 3 and total number of moles of the product is 2. So, there is a reduction in volume. Volume is reduced here, larger volume to smaller volume with respect to number of moles. So number of molecules അല്ലെങ്കിൽ number of moles അവിടെ കുറയുകയാണ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ. What happens in the second reaction? N2O4 1 mole decomposes to 2 moles of NO2. 1 mole 2 moles ആയിട്ട് കൺവേർട്ട് ചെയ്യണം. So here volume increases too, or volume gets doubled, volume increases. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വോളിയം ഇൻക്രീസ് അല്ലെങ്കിൽ വോളിയം ഡിക്രീസ്, അത് ആ സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, P is fixed. Pressure is fixed or pressure is kept constant. നമ്മളൊരു ക്ലോസ്ഡ് വെസൽ എടുത്തു. ദിസ് വെസൽ ഈസ് ക്ലോസ്ഡ് ബൈ മീൻസ് ഓഫ് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ വെച്ചിട്ടാണ്, അതായത് വോളിയം ചേഞ്ച് ചെയ്യാനുള്ള. ഇപ്പം നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ കണ്ടത് എന്താണ്, ക്ലോസ്ഡ് സിസ്റ്റത്തിലും ഐസൊലേറ്റഡ് സിസ്റ്റത്തിലും നമ്മൾ ആ വോളിയം അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എനർജി എക്സ്ചേഞ്ച്, മാറ്റർ എക്സ്ചേഞ്ച്, രണ്ട് കേസിലും മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല, എനർജി എക്സ്ചേഞ്ച് മാത്രം മനസ്സിലാക്കാനാണ് അവിടെ അതെടുത്തത്. ഇവിടെ നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റമാണ് എല്ലാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ നോക്കുകയാണ്. അവിടെ H2 + O2 ഗിവിങ് 2H2O എന്നുള്ള റിയാക്ഷനാണ്, ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടത്തിയെങ്കിൽ ഇതാണ് ആ പിസ്റ്റൻ്റെ ഒറിജിനൽ പൊസിഷൻ. ഈ ഡോട്ടഡ് ലൈൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വോളിയത്തിൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും എടുത്തു.
ഹൈഡ്രജനും ഓക്സിജനും എടുത്ത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കെമിക്കൽ പ്രോസസ്സ് നോക്കുന്നില്ല. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസും ഇതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേഷനാണ് നോക്കുന്നത്. ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോളിക്യൂൾസിൻ്റെ റിഡക്ഷനാണ്, വോളിയം കുറയുകയാണ്. അപ്പോൾ വോളിയം കുറയുമ്പം ഇവിടെ മോളിക്യൂളിൻ്റെ എണ്ണം കുറയുമ്പം ഈ വോളിയം കുറയുന്നു എന്ന് പറയുമ്പം നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ്, അതായത് പിസ്റ്റൺ ഫ്രീ ആണ്. പിസ്റ്റണിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല, പിസ്റ്റൺ ഫ്രീ ആയിട്ട് പോകണം. സോ പ്രഷർ ഫിക്സ് മീൻസ് ദ പിസ്റ്റൺ ഈസ് ഫ്രീ ഓഫ് മൂവ്മെൻറ്റ്. പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഓട്ടോമാറ്റിക്കലി വോളിയം കുറയുമ്പം പിസ്റ്റൺ താഴേക്ക് വരികയാണ്. അതേസമയം നമുക്ക് N2O4 NO2 ഈ റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതേ വെസലിൽ ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഇവിടെയും പിസ്റ്റൺ ഫ്രീ ആണ്, ഇവിടെ മോളിക്യൂൾസ് ഡബിൾ ആകുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പിസ്റ്റണിനെ ഓട്ടോമാറ്റിക്കലി അത് പുഷ് ചെയ്യുകയാണ്. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നുണ്ട്, വോളിയം കൂടുന്നു, അതുകൊണ്ട് പിസ്റ്റൺ മൂവ് അപ്വേർഡ്സ്. ഇവിടെ പിസ്റ്റൺ മൂവ് അപ്വേർഡ്സ് ആൻഡ് ഹിയർ പിസ്റ്റൺ മൂവ് ഡൗൺവേർഡ്സ്. ഇതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. സോ ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ്സ്. നിങ്ങൾക്കറിയാം ബാരോമീറ്റർ എന്ന് പറയുന്നത് പ്രഷർ റിലേറ്റഡ് ആണ്. സോ ബാരോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ്. So isobaric, that means same pressure process. So here pressure is the same. So a reaction in which volume is decreased, then what happens? Volume automatically korayunu since the pressure is constant. And a reaction where the volume is increased, the number of molecules or number of mole is increased, the volume increases, so it moves upwards. So in an isobaric process, volume changes. There is a change in volume. Next is isochoric process. ഇതേ രണ്ട് റിയാക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ലിക്വിഡ് വാട്ടർ ഉണ്ടാകുന്നു, നമ്പർ ഓഫ് മോൾസ് റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ N2O4 NO2 ആയിട്ട് മാറുന്നിടത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇവിടെ ഐസോകോറിക്കാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വോളിയം ഫിക്സ് ചെയ്യാൻ പോവാണ്. വോളിയം ഫിക്സ് ചെയ്യണമെങ്കിൽ പിസ്റ്റണിനെ ഫിക്സ് ചെയ്യണം. പിസ്റ്റൺ ഇവിടെ ആണിയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ. പിസ്റ്റൺ ഇനി അനങ്ങാൻ പാടില്ല. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും മോളിക്യൂൾസ് ഇവിടെ ഇല്ലെങ്കിൽ മോളിക്യൂൾസിന് തമ്മിലുള്ള അകലം കൂടും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? നോർമലി അതിൻ്റെ ടോട്ടൽ സെൽഫ് വോളിയം കുറയുകയാണ്. പക്ഷേ നമ്മൾ പിസ്റ്റൺ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതിന് മൂവ് ചെയ്യാനുള്ള വോളിയം അവിടെ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം ഫിക്സ്ഡ് ആയതുകൊണ്ട് ഈ ഗ്യാസ് പ്രഷർ ഇതിനകത്ത് കുറയും. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിനകത്തുള്ള പ്രഷർ കുറയും, പ്രഷർ ഡിക്രീസസ്. പക്ഷേ പിസ്റ്റൺ മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനകത്തുള്ള മോളിക്കുലർ കൊളീഷൻസ് കുറയാണ്, കൂടുതൽ സ്പേസ് ഉണ്ട്. അതേസമയം N2O4 ഡീകമ്പോസസ് ടു NO2 എന്നുള്ള റിയാക്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ പിസ്റ്റൺ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ മോളിക്കുലർ കൊളീഷൻസ് കൂടും. ഇതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും കൊളീഷൻ കൂടുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളാനായിട്ട് പ്രഷർ കൂടുകയാണ്. പ്രഷർ കൂടുമ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് പോകാൻ ശ്രമിക്കും, പക്ഷേ നമ്മൾ വോളിയം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കൂട്ടിക്കൊടുക്കുകയാണ്. സോ ഹിയർ പ്രഷർ ഇൻക്രീസസ്, ഹിയർ പ്രഷർ ഡിക്രീസസ്. സോ ഇവിടെ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. സോ അതനുസരിച്ച് പ്രഷറിന് വേരിയേഷൻ വരുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടു, ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് എനർജി എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നു. കെമിക്കൽ പ്രോസസ്സ് ആയാലും ഫിസിക്കൽ പ്രോസസ്സ് ആയാലും. അതേസമയം എനർജി എക്സ്ചേഞ്ചും ഇല്ല, മാറ്റർ എക്സ്ചേഞ്ചും ഇല്ലെങ്കിൽ അതിനെ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയും. നമുക്കുള്ള രണ്ട് പ്രോസസ്സാണ്. ഒന്ന് ഐസോബാറിക്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്
pressure is kept constant, isobaric, then volume changes, and then same volume is fixed, then pressure changes. സോ ഇതാണ് 4 ഡിഫറെൻറ്റ് ടൈപ്സ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് കൂടുതലും ആവശ്യമായി വരുന്ന 4 ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ഇത്. ഓക്കെ.